ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ പുറത്തു വരുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ ഈ സ്വാശ്രയ കോളേജിലെ അധ്യാപകൻ നിരന്തരമായി കുട്ടികളെ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുട്ടിയുടെ അച്ഛൻ്റെ എത്ര രൂപ ശമ്പളമുള്ള ആളാണെന്നൊരു കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകനോട് ചോദിക്കുമ്പോൾ ആ ക്ലാസ്സിൽ വെച്ചുണ്ടാകാവുന്ന നാണക്കേടിൻ്റെ ആഴം, ഇങ്ങനെയൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഇതൊക്കെ നമ്പർ 1 കേരളത്തിലല്ലേ സാർ സംഭവിക്കുന്നത്? ഇവിടെ ആയതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ സാറ് ക്ഷമിക്കണം. ഈ ജ്യേഷ്ഠയായ അധ്യാപകനെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ ആരാ ഇവരൊക്കെ? ഇവർക്കൊക്കെ മനുഷ്യനല്ലേ? ഇവർക്കൊക്കെ രക്തം ചുവന്ന കളറല്ലേ? ഇവരൊക്കെ മനുഷ്യന്റെ രൂപം ഒന്നല്ലേ? ഈ കഴുതകളൊക്കെ എവിടുന്ന് വന്നതാണ്? പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇത് UP-യിലാണെങ്കിൽ ഇവിടെ കോലാഹലമായിരുന്നു. രോഹിത് വെമുല, എന്താ പ്രശ്നം രാജ്യത്ത് നടന്നത്? എന്തേ കേരളത്തിൽ കത്താത്തത്? സാറേ, ഈ ജാതി മൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ എന്ത് കാത്തിരിക്കുക? അവനെയല്ല കൈകാര്യം ചെയ്തു കൊള്ളണമെന്നാണ് എന്റെ അഭിപ്രായം. അക്രമം ഒന്നിനും ശാശ്വതമല്ല. ഞാൻ ഇത്ര അസഭ്യമായ ഭാഷ ഒരിക്കലും ഉപയോഗിക്കില്ല. ഈ കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു രക്ഷിതാക്കൾ എത്ര പ്രതീക്ഷയില ഒരു കുട്ടിയെ ഒരു വിദ്യാഭ്യാസത്തിന് അയക്കുക? എവിടുന്നൊക്കെ കടവും കാര്യങ്ങളും ആക്കിയിട്ടാണ് അയക്കുന്നത്. ഈ കൈതകൾക്കൊന്നും ബുദ്ധിയില്ലേ? ഇവർക്കൊക്കെ മാസാമാസം ശമ്പളം കൊടുക്കുന്നതിന് പകരം ഇവരൊക്കെ കൽത്തുറകൾ അടക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥനെ നോക്കൂ, ഇനിയിപ്പോ വരുവാൻ പോകുന്ന ഗവൺമെന്റ് ഇതേ ഗവൺമെന്റ് തന്നെയാ. ഇതിനെതിരായിട്ട് ഒരു നടപടി എടുക്കുന്ന എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഒരു ക്യാമ്പസിലെ അധ്യാപകർ ഇങ്ങനെ അവരുടെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ല, നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിമകളെ പോലെ കുട്ടികളെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിൽ ഗതികെട്ട് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് ഇപ്പോൾ പൊട്ടിത്തകർന്ന കുട്ടികളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. ഈ അധ്യാപകൻ എത്രയോ കാലം കുട്ടികളെ അവരുടെ നിറം നോക്കി ബ്ലാക്ക് എന്നും വൈറ്റ് എന്നും വിളിച്ചിരുന്നു. അവരുടെ അച്ഛൻ്റെ ജോലി എന്താണ്, ജോലിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചിരുന്നു. അവരെ ജാതീയമായി അധിക്ഷേപിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാറേ. പിന്നെ അതായത് ഈ എക്സ്പീരിയൻസ് ഉള്ള മാഷന്മാരല്ലേ ഇപ്പം വന്ന കുട്ടികൾ ചിലപ്പോ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് ചല്ല കുട്ടികളല്ലേ. കുട്ടികളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഇങ്ങനത്തെ ഇയാൾക്കും മക്കളൊന്നുമില്ലേ, ഈ സ്ത്രീക്കും ഇല്ലേ? ഈ കുട്ടി മാനസികമായിട്ട്, അതായത് മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എത്തി കുട്ടി അങ്ങേയറ്റം മാനസികമായിട്ട് ഒരാൾ മരണത്തിലേക്ക്, സൂയിസൈഡിലേക്ക് പോകുന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് മെന്റലി ആകെ അപ്സെറ്റ് ആയാൽ ആ കുട്ടികൾ സൂയിസൈഡിലേക്ക് പോകും. പിന്നെ കുട്ടി സാമ്പത്തികമായിട്ടും പ്രതിസന്ധി ഉണ്ട്. പിന്നെ ആപ്പെന്ന് പൈസ എടുത്തെന്ന് പറയുന്നുണ്ട്, അത് സാമ്പത്തികം പ്രതിസന്ധി. അതെല്ലാം കൊണ്ട് കുട്ടിയോട് അറ്റാക്ക് ചെയ്യുമ്പോൾ കുട്ടിയോട് വന്ന് ഇടിയറ്റ് തന്നെ കുട്ടി സെയിം ചെയ്യൂന്ന് പറയാണ്ടിരിക്കുക. ചവിട്ടിയെ കടിക്കാതെ പാമ്പുണ്ടാ, ചേര വരെ അണപൊട്ടിയെ കടിക്കൂലേ? അതുമല്ല സാറേ, ഈ ഇങ്ങനെയുള്ള, അതായത് പിന്നെ ഒന്നാമത് ഈ റെസ്പെക്ട് അല്ല, പിന്നെ വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ ഗോഡ് പുറമെ എന്നുള്ള ഈ വേദാന്തന്മാരെ പഠിപ്പിച്ചു വെക്കണം. സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പൊ യുദ്ധം തന്നെ നടക്കുന്ന കണ്ടില്ലേ? ഈ ഉന്നതത്തിലെത്തിയ പിന്നെ ഉള്ള അവരല്ലേ ഈ യുദ്ധത്തിന് പ്രചോദനം കൊടുക്കുന്നത്. ബാക്കിയിൽ നിരപരാധിയല്ലേ, എത്രയാ തത്തൊടുക്കുന്നത്? ഇപ്പതാ കേസിന് ഇത് എന്തെല്ലാം ആപത്ത്. അതേപോലെ ഈ പേരാന്തന്മാർ പിന്നെ പിടിച്ചിട്ട് പിന്നെ ഇതിന് ജയിലിലിടണം. എനിക്ക് വേദനയായി. ഞാൻ TV കാണുമ്പോ അപ്പാട് ഓഫാക്കിക്കാളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശ്രീ ശരത്താണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശരത്ത്, നമ്മുടെ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ അധ്യാപകർ ഒരുമാതിരി ഗുണ്ടകളെ പോലെ, ജാതി വരിയന്മാരെ പോലെയൊക്കെ പെരുമാറുന്നവരുണ്ട്. അവരിങ്ങനെ കാലങ്ങളായി അവിടെയൊക്കെ പരാതി വന്നിട്ട് പോലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ആദ്യം ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതേപോലെ കേട്ടിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ, വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള പ്രശ്നങ്ങളല്ല. ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് പേരും അഡ്രസ്സും മാത്രമല്ല, ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം, അത് തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് ഒരു സർട്ടിഫിക്കറ്റ് പോലും നിർമ്മിക്കുന്നത്. അത് ഇഷ്ടം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് എനിക്ക് അതിനെ കൂടുതൽ അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു പക്ഷേ ഇപ്പൊ ഈ അടുത്ത കുറച്ചാൾ മുമ്പ് കേട്ടൊരു സംഭവമാണ്. ഒരു താഴ്ന്ന കുലത്തിലുള്ള ഒരു പയ്യൻ ഉയർന്ന മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ
അതിന്റെ ആ ഒരു വിഷയത്തിൽ തന്നെ പിന്നെ ആക്രമണം ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയും നടന്ന സംഭവം ഇത് കേരളത്തിനകത്ത് നടന്ന സംഭവമാണ്, ഉത്തരേന്ത്യയിലല്ല, കേരളത്തിൽ നടന്ന സംഭവം നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. കാരണം അപ്പൊ ഈ ജാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ജാതിയുടെ മതത്തിന്റെയും പേരിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഇത് കാലങ്ങളായിട്ട് നിലനിന്ന് പോണ്. കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മറ്റൊരു സമുദായത്തിൽ പെട്ട ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ഈ വലിയ തറവാടികളെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കലും ആ വിവാഹം നടത്തി കൊടുക്കത്തില്ല. പിന്നെ അതിന്റെ പേരിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. സ്കൂളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ഈ കലാപങ്ങൾ ഉണ്ടാക്കുക മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നടക്കുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരണം, അല്ലെങ്കിൽ ശക്തമായിട്ടൊരു നിയന്ത്രണം ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ഈ തരത്തിലേക്കുള്ള അധ്യാപകരൊക്കെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, രൂപത്തിന്റെ പേരിലൊക്കെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അവരെയൊക്കെ അടിമകളായി കാണുകയും ചെയ്ത അധ്യാപകർ, അതിൽ പ്രതികരിക്കാനാവാതെ നിൽക്കുന്ന പാവം കുഞ്ഞുങ്ങൾ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉന്നതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടവരാണ് അധ്യാപകർ. ആ അധ്യാപകർ എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തെയും ആ കുട്ടിയെയും ആകെ നശിപ്പിച്ചു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള അധ്യാപക സമൂഹത്തിലുള്ള ആൾക്കാരെ ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് സാർ ഞാൻ ചുരുക്കി പറയുന്നു. ശരി, ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ഒരു ക്യാമ്പസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കുട്ടിയുടെ ആത്മഹത്യ വേണ്ടി വന്നു മറ്റു കുട്ടികൾക്കൊക്കെ ഇത് തുറന്നു പറയാൻ. അപ്പോഴും ആ കുട്ടികൾക്ക് ഭയത്തിൽ നിൽക്കുകയാണ്. അവിടുത്തെ ചില കുട്ടികളൊക്കെ പറയുന്നത് കോളേജിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇനി പരീക്ഷ എഴുതാം എന്ന് പ്രതീക്ഷിക്കേണ്ട, നിങ്ങളിനി നിങ്ങളുടെ അറ്റൻഡൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ ഭാവി തുലാസിലാക്കുമെന്നൊക്കെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാനേജ്മെന്റ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. എന്തൊരു അധ്യാപക സമൂഹമാണ് ഇത്. അധ്യാപക സമൂഹത്തിന് അപമാനമാണ് ഇത്തരം ആൾക്കാർ. ഇത് നമ്മുടെ നാട്ടിൽ എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇതിനൊക്കെ ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു ആവർത്തിച്ച് വരുന്നത്. ഇതൊന്നും ശരിയല്ല. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ അവഗണിക്കുക, ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിടുക, ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയായിരിക്കില്ലേ ആ കുട്ടി. ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അത്രമാത്രം വളർത്തി വലുതാക്കി ആ ഒരു സ്ഥാനത്തിലെത്തിച്ച് വിദ്യാഭ്യാസം നൽകാൻ വിചാരിച്ച ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇവരെ പോലുള്ളവരല്ല ആരാ ഈ അധ്യാപകരാക്കുന്നത്? ഇവരെല്ലാം ശരിക്കും തൂക്കിക്കൊല്ലണം, എന്നാലേ പഠിക്കൂ. ഇന്നാലും പഠിക്കില്ല ചിലപ്പോ. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശാന്തി മാത്യു ആണ് കോതമംഗലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ശാന്തി മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കുട്ടികൾക്ക് നേരെയൊക്കെ ഇങ്ങനെ മാനസികമായി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിക്കേണ്ടവരായി മാറുകയാണോ നമ്മുടെ ക്യാമ്പസുകളൊക്കെ? ഒരു കാലത്ത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ അധ്യാപകരോ മറ്റാരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അതിനെതിരെ പല രീതിയിലും മോശമായ രീതിയിലടക്കം കായികമായിട്ടടക്കം പ്രതികരിക്കുന്ന ഒരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തെറ്റാണ് എന്നെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം സഹിച്ച് കുട്ടികൾ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല? നമ്മുടെ വ്യവസ്ഥിതി ആദ്യമായിട്ട് പറയട്ടെ, ഈ മീഡിയ വൺ മാധ്യമത്തില് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് സങ്കടകരമാണ് ഈ കാഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ എത്തിപ്പെടാൻ അവിടെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ആ കോളേജിന്റെ അന്തരീക്ഷങ്ങള് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഒരു കലാലയ സാഹചര്യങ്ങള് പലപ്പോഴും ഈ കലാലയ പൊളിറ്റിക്സ് ഒക്കെ വേണ്ട എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ എതിർക്കാൻ കഴിയുന്ന തരത്തിൽ കലാലയ രാഷ്ട്രീയം അതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും ആകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ പരിസരങ്ങൾ, ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഒരു സംഭവം നേരിടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന ആളുകള് അല്ലെങ്കിൽ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രമാത്രം ക്രിയാത്മകമായി പ്രതികരിച്ചു. നമ്മളൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ പരിസരത്തുള്ള ആളുകളിലേക്കും കൂടെ നമുക്ക് വിരൽ ചൂണ്ടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം വഴിതെറ്റി പോവുകയാണ്. നമ്മുടെ സമൂഹം ഒന്നിനും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു മാനസിക ശക്തി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് മാറുകയാണ്. വൈ ഷുഡ് ഐ എന്നുള്ള ഒരു ചിന്തയാണ് ഓരോരുത്തർക്കും. എന്നെ ബാധിക്കില്ലല്ലോ എന്നുള്ള. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ
നമ്മളിലേക്ക് ഇതെല്ലാം വരും എന്നുള്ളത്, അല്ലെ നമ്മുടെ തലമുറയിലേക്ക് എത്തിവരും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.